ന്യൂസ് ടെൻസ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ NCP മത്സരിക്കുന്ന 2 മണ്ഡലങ്ങൾ, അതിൽ ഒന്ന് കുട്ടനാട്, മറ്റൊന്ന് എലത്തൂർ. ഈ 2 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്നത് സംബന്ധിച്ച പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു നടത്തിയത്. നമുക്ക് ആദ്യം ആ പ്രഖ്യാപനത്തിലേക്ക് പോകാം. ഘടകകക്ഷിക്ക് തന്നിരിക്കുന്ന സീറ്റ് ഒരിക്കലും LDF, CPM, CPI ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഘടകകക്ഷിക്കുള്ള സീറ്റാണ്. NCPക്ക് 3 സീറ്റുണ്ട്, 3 സീറ്റും NCPക്കുള്ളതാണ്. കുട്ടനാടെന്ന് പറയുന്ന LDFന്റെ ഉറച്ച കോട്ടയാണ്. ഓക്കെ, അവിടെ ഒരു സംശയവുമില്ല, NCPയുടെ സീറ്റാണ്. NCP അവിടെ മത്സരിക്കും. തോമസ് കെ തോമസ് ആണ് മത്സരിക്കുന്നുള്ളൂ. പാർട്ടിയുടെ തീരുമാനമാണ്. തോമസ് കെ തോമസ് NCP കുട്ടനാടിൽ മത്സരിക്കും എന്ന് തോമസ് കെ തോമസ് ഉറപ്പിച്ചു പറയുമ്പോഴും കുട്ടനാട്ടിൽ ഇരുമുന്നണിയിലും തർക്കം എന്നതാണ് ഞങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വിവരം. കുട്ടനാട് സീറ്റ് അത് LDFന്റെ ഉറച്ച കോട്ടയാണ് എന്ന് തോമസ് കെ തോമസ് പറയുമ്പോഴും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തോമസ് കെ തോമസ് ആയിരിക്കുമോ മത്സരിക്കുക എന്നത് പാർട്ടി തീരുമാനിക്കും എന്ന് പറയുമ്പോഴും വളരെ കൃത്യമായി LDFൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നു. കീറാമുട്ടിയായി കുട്ടനാട് മാറുന്നുണ്ട്. അത് LDFന് മാത്രമല്ല, കോൺഗ്രസിനും അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ സാഹചര്യം എന്നതാണ് പ്രേക്ഷകരിലേക്ക് ആദ്യമായി പങ്കുവെക്കാനുള്ള വിവരം. അതിൽ തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും തോമസ് കെ തോമസ് പറഞ്ഞത് LDFന്റെ ശക്തമായ കോട്ട തന്നെയാണ് ഈ പറയുന്ന കുട്ടനാട് എന്നതാണ്. നമുക്ക് ആ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. എന്താണ് കുട്ടനാടിന്റെ ചിത്രം എന്നത്, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു കുട്ടനാട് പ്രതിഫലിച്ചത് എന്നത് നമുക്ക് ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ നോക്കാം. 2021 തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. തോമസ് കെ തോമസ് എന്ന LDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് 57,379 വോട്ടുകൾ ആയിരുന്നു. ജേക്കബ് എബ്രഹാമിന് ലഭിച്ചത് 51,863 വോട്ടുകളായിരുന്നു. തമ്പി മെട്ടുത്തറ NDയുടെ സ്ഥാനാർത്ഥി നേടിയത് 14,946 വോട്ടുകൾ ആയിരുന്നു. ഇതാണ് കുട്ടനാടിന്റെ 2021 ചിത്രം എന്നതാണ് പ്രേക്ഷകരെ ആദ്യം ഓർമ്മിപ്പിക്കേണ്ടത്. LDF സ്ഥാനാർത്ഥിയായ തോമസ് കെ തോമസ് 57,000 വോട്ടുകൾ നേടി വിജയിച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് തോമസ് കെ തോമസ് പറയുന്നത് ഇത് ഇടതുകോട്ട ആണ് എന്ന്. ഇങ്ങനെയുള്ള ഇടതുകോട്ടയിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ തർക്കത്തിന്റെ കാരണം എന്ത് എന്നത് ശരണ്യ സ്നേഹജൻ പങ്കുവയ്ക്കും. ഞാൻ ശരണ്യയിലേക്ക് പോകുമ്പോൾ, ശരണ്യ, ഇതാ ഇവിടെ ഒരു തർക്കം രൂപപ്പെട്ടിരിക്കുന്നു ഇടതുപക്ഷത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തോമസ് കെ തോമസ് ഏതാണ്ട് മത്സരിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്ന പശ്ചാത്തലത്തിൽ ആ മണ്ഡലം CPIM ഏറ്റെടുക്കണം എന്ന തരത്തിലുള്ള ഒരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട് എന്നും അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് പോകുന്നു എന്നുമാണല്ലോ മനസ്സിലാക്കുന്നത്. എന്താണ് അതിന്റെ സാഹചര്യം? അഭിലാഷ, കുട്ടനാട് സീറ്റിനെ സംബന്ധിച്ചിടത്തോളം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പേയ്മെന്റ് സീറ്റ് എന്നുള്ള രീതിയിലേക്ക് കുട്ടനാട് സീറ്റിനെ കുറിച്ച് വിമർശനം ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഓരോ ഘട്ടത്തിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന ആളുകൾ, ഇപ്പോൾ തോമസ് ചാണ്ടി ആണെങ്കിൽ അദ്ദേഹം DICയിലൂടെ UDFന് വേണ്ടി നിന്നു. പിന്നീട് അടുത്ത ടേം LDF വരുന്നൊരു സാഹചര്യം വന്നപ്പോൾ DICയിൽ നിന്ന് മാറി NCP രൂപീകരിച്ചുകൊണ്ട് NCPയിലൂടെ വീണ്ടും LDFിലേക്ക് വരുന്നു. അങ്ങനെ ഒരു വിവിധ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ വിവിധ അത്തരത്തിൽ പുതുതായി വരുന്ന ഈ നമ്മൾക്ക് തോമസ് ചാണ്ടിയുടെ ആണെങ്കിലും തോമസ് കെ തോമസ് ആണെങ്കിലും ഒക്കെ പറയുകയാണെങ്കിൽ ഇവരൊക്കെ കൃത്യമായ ബിസിനസ്സുകാരാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആളുകൾ ഓരോ രാഷ്ട്രീയ മുന്നണിയിലേക്ക് പെട്ടെന്ന് രംഗപ്രവേശനം ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് അവർ പെട്ടെന്ന് മാറി വിവിധ ഭരണത്തിന്റെ സാഹചര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മറിയുന്നൊരു സാഹചര്യം പല തവണയായി കുട്ടനാടുകാർ കണ്ടതാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ G. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ മത്സരിച്ച ഇടമാണ് കുട്ടനാട്. പക്ഷേ ഒരു ഇടത് കോട്ട എന്ന് തോമസ് കെ തോമസ് പറഞ്ഞതുപോലെ വിശേഷിപ്പിക്കാൻ കഴിയുന്നൊരു ഇടമല്ല. ഇപ്പോൾ വിവിധ പഞ്ചായത്തുകൾ, കൈനഗിരി അടക്കമുള്ള പഞ്ചായത്തുകൾ, തകഴി അടക്കമുള്ള പഞ്ചായത്തുകൾ കുട്ടനാടിന്റെ ഭാഗമായി അത്തരത്തിലുള്ള ഒരു മാറ്റം വന്നതോടുകൂടിയാണ് പിന്നീട് ഇവിടെ ഒരു ഇടത് സാഹചര്യത്തിലേക്ക് വരുന്നത്. പക്ഷേ തുടർച്ചയായി കേരള കോൺഗ്രസ് മത്സരിച്ച് ജയിച്ചിരുന്ന സ്ഥലമാണ് കുട്ടനാട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ കുട്ടനാട്ടിൽ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ തന്നെ കുട്ടനാട്ടിൽ ഇതുവരെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് 4ഓളം രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
അതായത് കുട്ടനാടിന് ശാശ്വതമായ ഒരു പരിഹാരം കുട്ടനാടിന്റെ വിഷയങ്ങളിൽ ഉണ്ടാകുന്നില്ല. മറിച്ച് പ്രത്യേകിച്ച് പുനഃപ്രവേലാർ സമരമടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ള വളരെയധികം സംഭാവനകൾ അത്തരം മൂവ്മെന്റിൽ നൽകിയിട്ടുള്ള ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റുകളുള്ള ഒരു ഇടമായിരുന്നു ഈ കുട്ടനാട് എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ രാമങ്കരിയും കൈനഗിരിയും അടക്കമുള്ള ഇടത് കോട്ടകൾ തകർന്നു വീഴുക. കാരണം എല്ലാ കാലത്തും വിഭിന്ന ചിന്തകളുള്ള ഘട്ടത്തിലും അവിടെ ഈ പഞ്ചായത്തുകളൊക്കെ ചുമന്ന് തന്നെ നിന്നിരുന്നതാണ്. പക്ഷെ അവിടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടിയേറ്റ് വീഴുന്ന സാഹചര്യം നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതൃപ്തി എന്ന് പറയുന്നത് തുടർച്ചയായി ഇത് ആദ്യം DICയിലൂടെ തോമസ് ചാണ്ടി വരുന്നു, തോമസ് ചാണ്ടി പിന്നീട് NCPയിലൂടെ LDFന്റെ ഭാഗമായി വരുന്നു, തോമസ് ചാണ്ടി തുടർച്ചയായി മത്സരിച്ച് ജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് ഈ സീറ്റ് പിന്നീട് വരുന്നത് തോമസ് കെ തോമസിലേക്കാണ്. അതായത് തോമസ് ചാണ്ടിയുടെ സഹോദരനായ തോമസ് കെ തോമസിന് ആ സീറ്റ് ഇടതുപക്ഷം നൽകുന്നു. അതിന് മുഖ്യമന്ത്രിക്ക് കൃത്യമായ റോളുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു സംഭവം അടിച്ചേൽപ്പിക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളുണ്ട്. മുന്നണി മര്യാദ എന്നൊക്കെ പറയുമ്പോൾ പോലും കുട്ടനാടിനോട് ഒരുപക്ഷെ ഇടതുപക്ഷം അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം അത്രയധികം ഇടതുപക്ഷ അനുഭാവികളായ ആളുകൾ ഉറച്ച് വോട്ട് ചെയ്യുന്ന ഒരിടം കൂടിയാണ് കുട്ടനാട്. അവിടെ തുടർച്ചയായി ഇത്തരത്തിൽ പുതിയ ആളുകൾ, പ്രത്യേകിച്ച് ബിസിനസ്സുകാരടക്കമുള്ള ആളുകൾ കടന്നു വരുന്നത് അത് ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ തോമസ് കെ തോമസിന് സീറ്റ് നൽകുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നിർത്തുന്നതിന് അതിന് കൃത്യമായ അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ഒന്നും മറികടക്കാൻ, ആ അതൃപ്തിയെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം തീരുമാനം മുകളിൽ നിന്നുള്ളതായിരുന്നു. സാധാരണ രീതിയിൽ ഇങ്ങനെ ബന്ധുക്കൾക്ക് സീറ്റ് കൊടുക്കുന്ന രീതിയൊന്നുമില്ല. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ തീരുമാനത്തിൽ പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വം, അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവർ അവർ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കുട്ടനാട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടനാട്ടിൽ അതിന് അനുസരിച്ചുള്ള ശക്തമായ പ്രതിഷേധവും പലയിടങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തെ സംബന്ധിച്ചുള്ള അതൃപ്തി ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ആദ്യഘട്ടത്തിൽ തോമസ് കെ തോമസ് NCPയിൽ നിന്നും മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നു. അത് സംബന്ധിച്ചുള്ള ആലോചനകൾ ഉണ്ടായ ഘട്ടത്തിൽ അദ്ദേഹം UDFുമായി ചർച്ച നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ, അത്തരം ആരോപണങ്ങൾ അതിശക്തമായി നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇടത്ത് CPM വലിയ രീതിയിൽ മാനസികമായി പിന്നോട്ട് പോകുന്ന, പ്രവർത്തകരെ മാനസികമായി പിന്നോട്ടടിക്കുന്ന ഒരു നില ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇത്തവണയും NCPയുടെ ഇപ്പോൾ NCPയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കൊണ്ട് തോമസ് കെ തോമസ് വീണ്ടും വരുമ്പോൾ ആ സീറ്റ് ഇവിടുത്തെ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലടക്കം കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണമെന്ന് കുട്ടനാട് ഏരിയ കമ്മിറ്റി അടക്കമുള്ളവ അവിടെ നിന്നുള്ള പ്രതിനിധികൾ അതിശക്തമായി ആവശ്യപ്പെട്ടാണ്. അപ്പോഴും മുഖ്യമന്ത്രി ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് മുന്നണി മര്യാദയാണ്, അതുകൊണ്ട് തന്നെ NCPയിൽ നിന്ന് ആ സീറ്റ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള യാതൊരു ചർച്ചകളും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സംസാരത്തിന് തന്നെ അവിടെ അത് വേണ്ട എന്ന് പറഞ്ഞ് അടിയുറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തിക്കുന്നൊരു അവസ്ഥയുണ്ടായി. പക്ഷേ ഉള്ളിലുള്ളത് ഇതാണ്, വലിയ അതൃപ്തി ഇടതുപക്ഷത്തിലെ പ്രവർത്തകർക്കിടയിലുണ്ട്. തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഇപ്പോൾ ഉണ്ടാകുന്ന പരാജയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ഒരു മുന്നോടിയാണ് എന്നുള്ള സൂചനയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസ് തന്നെയാണ് ഇത്തവണയും മത്സരിക്കാൻ സാധ്യത. അത് ആലപ്പുഴയുടെ താല്പര്യമല്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ താല്പര്യം തന്നെയെന്ന് തീർച്ചയായും പറയേണ്ടി വരും. യെസ്, എന്തായാലും അതിലാണ് ഇടതുപക്ഷത്തിനകത്ത് അതൃപ്തി പുകയുന്നത് എന്നത് തന്നെയാണ്. ആരുടെ താല്പര്യത്താലാണ് തോമസ് കെ തോമസ് വീണ്ടും മത്സരിക്കുന്നത് എന്നത് തന്നെയാണ്. അവിടെയാണ് മുഖ്യമന്ത്രിയാണ് തോമസ് കെ തോമസിന് വീണ്ടും അവസരം നൽകുന്നത് എന്ന് പാർട്ടിക്കകത്ത് തന്നെ ഒരു വിലയിരുത്തലുള്ളത്. തോമസ് കെ തോമസ് എന്തായിരുന്നു അല്പസമയം മുമ്പ് പറഞ്ഞത് എന്നത് നമ്മൾ കേട്ടതാണ്. അതായത് കുട്ടനാട് അടിയുറച്ച കോട്ടയാണ് എന്നാണ്. അങ്ങനെ തന്നെയാണോ കുട്ടനാട് എന്നത് നമുക്ക് ഒരിക്കൽ കൂടി പരിശോധിക്കാം. അവിടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.